കേൾക്കാൻ ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകളാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഭയപ്പെട്ടും കരുതലോടുകൂടി ഓരോ നിമിഷവും തള്ളി നീക്കേണ്ടി വരുന്ന കാഴ്ച അങ്ങേയറ്റം അസ്വസ്ഥമാണ്. വെള്ളിയാഴ്ച വരെ സുഖകരമായി പോയിക്കൊണ്ടിരുന്ന ഇറാനിലെ ജനങ്ങളുടെ ജീവിതം വളരെ പെട്ടെന്നാണ് മാറിയത്. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാന് മേൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതാണ് സ്ഥിതി വഷളാക്കിയത്. ഇറാൻ ഇതിന് തിരിച്ചടി നൽകിയതോടുകൂടി സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും സൈനിക ശേഷി നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. 88 ദശലക്ഷം ജനസംഖ്യയും വിശാലമായ ഭൂപ്രദേശവും ഉള്ള ഇറാൻ സംഖ്യാപരമായി ഇസ്രയേലിന് മേൽ മുൻതൂക്കം സ്ഥാപിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇസ്രയേലിന് 9 ദശലക്ഷം ജനസംഖ്യയാണ് ഉള്ളത്. എന്നാൽ അതിർത്തി പ്രതിരോധം, പരമ്പരാഗത യുദ്ധം എന്നിവ കൈകാര്യം ചെയ്യുന്ന പരമ്പരാഗത സൈന്യത്തിനും ഖുദ്സ് ഫോഴ്സ്, മിസൈൽ കമാൻഡ്സ്, സൈബർ പ്രവർത്തനങ്ങൾ തുടങ്ങിയ എലൈറ്റ് യൂണിറ്റുകളുടെ ആസ്ഥാനമായ റവല്യൂഷണറി ഗാർഡിനും ഇടയിൽ ഇറാന്റെ സൈന്യം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 6 ലക്ഷം സൈനികരെയാണ് സാധാരണ സേനയ്ക്ക് അവകാശപ്പെടാൻ കഴിയുക. അതേസമയം ഗാർഡിന് ഏകദേശം 2 ലക്ഷം സൈനികരുണ്ട്. എന്നിരുന്നാലും ഇസ്രയേലിന്റെയും US-ന്റെയും നിരന്തരമായ പ്രവർത്തനങ്ങൾ കാരണം ഇറാന്റെ പരമ്പരാഗത കഴിവുകൾ തകർന്നിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഇറാന്റെ ആയുധശേഖരം കാലഹരണപ്പെട്ട സോവിയറ്റ് കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ, 1979 മുമ്പുള്ള US ഹാർഡ്വെയർ, ഏറ്റവും പുതിയ റഷ്യൻ കൂട്ടിച്ചേർക്കലുകൾ എന്നിവയുടെ ഒരു മിശ്രിതമാണ്. കാലപ്പഴക്കം ചെന്ന ജെറ്റുകളാണ് ഇറാന്റെ പക്കലുള്ളത്. പറഞ്ഞു വരുന്നത് ആയുധങ്ങളുടെ കാര്യത്തിൽ ഇറാൻ ഇസ്രയേലിനേക്കാൾ വളരെ പിന്നിലാണ് എന്നതാണ്. എന്നാൽ ഡ്രോൺ യുദ്ധ വൈദഗ്ധ്യം ഇറാന്റെ ഒരു മേന്മ തന്നെയാണ്. ഉക്രൈനെതിരെ റഷ്യക്ക് ഷഹദ് ആക്രമണ ഡ്രോണുകൾ നൽകിയത് ഇറാനാണ്. എങ്കിലും സുരക്ഷ ഇപ്പോഴും ഒരു ദുർബലതയായി തന്നെ തുടരുന്നുണ്ട്. റവല്യൂഷണറി ഗാർഡ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നത കമാൻഡർമാരിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതും തിരിച്ചടിയാണ്. വെള്ളിയാഴ്ചത്തെ ആക്രമണം ഭൂരിഭാഗവും ആണവ ശാസ്ത്രജ്ഞരെയും ബാധിച്ചിട്ടുണ്ട്. ഇറാൻ ആയുധ ഗ്രേഡ് തലത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുണ്ടെങ്കിലും അത് ആയുധമാക്കാൻ കൂടുതൽ സമയമെടുക്കും. ആണവ മിസൈൽ സൗകര്യങ്ങൾ ഇതിനകം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം എന്നതിനാൽ ഇറാന് വെല്ലുവിളി ഏറെയാണ്. ഇറാന് കോമ്പാക്ട് വാഹനങ്ങൾ 70,000 ഉള്ളിടത്ത് ഇസ്രയേലിന് 43,407 എണ്ണമാണ് ഉള്ളത്. യുദ്ധവിമാനങ്ങളുടെ എണ്ണം യഥാക്രമം 551, 612 എന്നിങ്ങനെയാണ്. നാവിക കപ്പൽ ഇറാന് 101 എണ്ണവും ഇസ്രയേലിന് 67 എണ്ണവുമാണ് ഉള്ളത്. അതേസമയം സാങ്കേതിക തികവിലും ഇസ്രയേലാണ് മുന്നോട്ട് നിൽക്കുന്നത്. ഇസ്രയേലിന്റെ പ്രതിരോധ തന്ത്രം, അത്യാധുനിക സാങ്കേതിക വിദ്യ, ശക്തമായ ഒരു ആഭ്യന്തര ആയുധ വ്യവസായം, യുദ്ധത്തിൽ പരീക്ഷിച്ച സേനകൾ എന്നിവയെ സമന്വയിപ്പിക്കുന്നതാണ്. സജീവമായ സൈനികരുടെ എണ്ണം ചെറുതാണെങ്കിലും പരിശീലനം, ഉപകരണങ്ങൾ, പ്രാദേശിക അനുഭവം എന്നിവയിൽ ഇസ്രയേൽ സൈന്യം ഇറാനെ മറികടക്കുന്നുണ്ട്. 2024 ഒരു ബാരേജിൽ ഇറാന്റെ മിക്ക ബാലിസ്റ്റിക് മിസൈലുകളും തടഞ്ഞ US പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത ഇസ്രയേലിന്റെ മൾട്ടി ലെയേർഡ് മിസൈൽ പ്രതിരോധമാണ് ഒരു പ്രധാന നേട്ടം. ഫുൾ ഫ്രൂഷ് അല്ലെങ്കിൽ മുൻകാല ആക്രമണങ്ങളിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾ ഈ സംവിധാനം കുറച്ചിട്ടുണ്ട്. ഇസ്രയേൽ പ്രാദേശിക വ്യോമ മേധാവിത്വവും ആണവായുധ ശേഖരവും നിലനിർത്തുന്നുണ്ട്. മാത്രമല്ല ഇസ്രയേൽ ഒറ്റയ്ക്കുമല്ല. അറേബ്യൻ കടലിൽ ഒരു വിമാനവാഹിനി കപ്പൽ, പ്രാദേശിക വ്യോമ താവളങ്ങൾ, ആയിരക്കണക്കിന് സൈനികർ എന്നിവ ഉപയോഗിച്ച് US ശക്തമായ ഒരു പിന്തുണ ഇസ്രയേലിന് നൽകുന്നുണ്ട്. അതേസമയം ഇസ്രയേലി ആക്രമണങ്ങൾ ഇറാന്റെ പ്രോക്സികളായ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ദുർബലപ്പെടുത്തുകയും അതിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഫലപ്രദമായി തിരിച്ചടിക്കാനുള്ള ടെഹ്റാന്റെ കഴിവിനെ പരിമിതപ്പെടുത്തിയെന്ന് തീർച്ച. അതേസമയം നിലവിലെ സംഭവങ്ങളിൽ ഇറാൻ ശക്തമായ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഇസ്രയേലിനെ മാത്രമല്ല US താവളങ്ങളെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ.